എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെയുള്ള നമസ്കാരം. ഇന്ന് എന്റെ ജന്മദിനമായിരുന്നു. എല്ലാവരുടെയും ജന്മദിനം എല്ലാ വർഷവും വരാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ജന്മദിനത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്നത്തെ എന്റെ ഈ ഒരു ജന്മദിനത്തില് കുറച്ചധികം പേര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇതെന്റെ അച്ചുക്കിളിയുടെ അച്ഛനും അമ്മയാണ് കേട്ടോ. അവര് പാലക്കാട് നിന്നും രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പോ ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു 11:30-12 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് എന്റെ വീട്. വീട്ടിൽ അവരെ ക്ഷണിക്കാനായിട്ട് എന്റെ ആതിരയുടെ അച്ഛനും അമ്മയും പെങ്ങളും അവരുടെ മക്കളും എന്റെ നാത്തൂനും അവരുടെ മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാരും കൂടെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയിരുന്നു. രാവിലെ എത്തുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഉച്ച ഊണാണ് നൽകിയത്. നമ്മളിവിടെ സദ്യയൊക്കെ ഒരുക്കിയിരുന്നു. പെട്ടെന്ന് തന്നെ ഊണ് വിളമ്പി അവർ സദ്യ കഴിക്കാനിരുന്നു. അരക്കേടില്ലാത്ത സദ്യ എന്ന ഒരു കമന്റും തന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നതൊക്കെ കണ്ടപ്പോ തന്നെ നമ്മുടെ മനസ്സൊക്കെ നിറഞ്ഞോട്ടോ. എല്ലാരും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്നു. വൈകിട്ട് ഒരു 6 മണിയായപ്പോ അച്ചുക്കിളി സർപ്രൈസ് ആയിട്ട് തന്നെ ഒരു കേക്കും തന്നു. അച്ചുക്കിളിയുടെ കേക്കൊക്കെ തന്നു. നമ്മളത് സെറ്റ് ചെയ്ത് വെച്ച സമയത്ത് ദേവന്നട നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള ദീപൻ ചേട്ടന്റെയും നിഷിലിന്റെയും വക യൂട്യൂബിന്റെ മോഡൽ ഒരു കേക്കും. അങ്ങനെ എന്റെ ജന്മദിനത്തിൽ ആദ്യമായിട്ട് ഞാൻ 2 കേക്ക് കട്ട് ചെയ്ത ഒരു ദിവസമായിരുന്നു. സത്യം പറഞ്ഞാല് വയസ്സ് പറയാൻ പാടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വയസ്സ് പറയുന്നില്ല. കേക്ക് കട്ട് ചെയ്തപ്പോ നമ്മുടെ ആവണിക്കുട്ടിയും എന്റെ ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒപ്പം ചേർന്ന് ഞാൻ ആദ്യമായിട്ട് കേക്ക് കട്ട് ചെയ്ത ദിവസം കൂടിയായിരുന്നു. എത്ര സന്തോഷമുണ്ടായിരുന്നു എന്ന് എനിക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ വയ്യ. 2 കേക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് കേക്കിന് ക്ഷാമമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇവരുടെ എല്ലാവരുടെയും പേരെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഓരോ പേരും എടുത്തെടുത്ത് തന്നെ പറയാതിരുന്നതും. പിന്നെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം കൂടെ എനിക്കുണ്ടായിരുന്നു. എന്റെ ബർത്ത്ഡേയുടെ 2 ദിവസം മുന്നേ തന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടി. ഇത് നമ്മുടെ ഇച്ചുവും നീലവും കൂടെ കൊണ്ടുതന്നതാണ്. ഈ മോളുടെ സ്നേഹം എനിക്ക് ഒരു തരി പോലും പറഞ്ഞറിയിക്കാൻ വയ്യ. ആ ഒരു ഫാമിലിക്ക് എന്നെയും എന്റെ കുടുംബത്തെയും ഒത്തിരി ഇഷ്ടമാണ്. നമ്മുടെ ഈ ഒരു ചാനൽ വഴി നമുക്ക് കിട്ടിയ നിധികളാണ് ഇവരെല്ലാവരും. അങ്ങനെ കേക്കൊക്കെ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. പാലക്കാട്ടേക്ക് അച്ഛനും അമ്മയ്ക്കും നേരത്തെ പോകേണ്ടത് കൊണ്ടും ചെറുതായിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ ഞാൻ കരുതിയിരുന്നു. ചിക്കൻ ബിരിയാണിയും ചിക്കൻ റോസ്റ്റും പൊറോട്ടയും പത്തിരിയും ബീഫ് ഫ്രൈയും നല്ല മുളകിട്ട മീൻകറിയും കപ്പയും. അങ്ങനെ എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി തന്നെ ഭക്ഷണം കഴിച്ചു. ഇത് യൂസഫേട്ടനാണ്. എനിക്ക് മീനെല്ലാം കൊണ്ടുവന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് നിഷില്. പിന്നെ നമ്മുടെ ആതിരയുടെ അച്ഛനും അമ്മയും ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നില്ല കേട്ടോ. എങ്കിലും ഞാൻ ഒളിച്ചും പാത്തും ഒക്കെ അവരുടെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കുട്ടികളെല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. അവിടെ ഇവിടെ ഒളിച്ചും പാത്തൊക്കെ കളിയായിരുന്നു. പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം ബാലുവും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു. ഈ ഒരു ദിവസം എനിക്ക് ഒരുക്കി തന്നതിന് ഭഗവാനോട് ഞാൻ 1000 നന്ദിയും പറയുന്നു.